CPM ജനറൽ സെക്രട്ടറിയുടെ പ്രതികരണം ആയിരുന്നു. ഈ അഭിമുഖം നടത്തിയ മഞ്ജുഷ് ഗോപാൽ തന്നെയാണ് ഇപ്പോൾ ചേരുന്നത്. മഞ്ജുഷ, കേരളത്തിൽ ശബരിമലയിലെ യുവതീ പ്രവേശനം കാലങ്ങളോളം ചർച്ചയായി നിന്ന സാഹചര്യം, ആ യുവതീ പ്രവേശനത്തിന് അനുകൂലമാകുന്ന വിധി സുപ്രീം കോടതിയിൽ നിന്നുണ്ടായത് സർക്കാർ നിലപാട് അതായിരുന്നു എന്നതുകൊണ്ട് തന്നെയാണ്. ഇപ്പോഴിതാ വൈരുദ്ധ്യാത്മകത എന്ന് MA ബേബി പറയുമ്പോൾ പോലും കൃത്യമായൊരു നിലപാട് മാറ്റം എന്ന് തന്നെയല്ലേ MA ബേബിയുടെ വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്? അഭിലാഷി, ശബരിമല യുവതി പ്രവേശന വിഷയത്തിൽ ഒരു നിലപാട് തുറന്നു പറയുവാൻ CPM മടി കാണിക്കുന്ന ഒരു സമയമാണ്. അതേസമയം നിലപാട് മാറിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ശബരിമലയിൽ എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കണം എന്നുള്ള നിലപാടിൽ നിന്ന് തെന്നിമാറി അത് വിശ്വാസികളുടെ വിശ്വാസ സംരക്ഷണത്തിന്, അവരുടെ വിശ്വാസത്തിന് അനുകൂലമായ ഒരു നിലപാടിലേക്ക് CPM എത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതാണ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ കൊടുത്ത സത്യവാങ്മൂലത്തിലും പ്രതിഫലിക്കുന്നത്. പക്ഷെ അവിടെയും ഒരു ഇരട്ടത്താപ്പ് ഇക്കാര്യത്തിൽ ഉണ്ട് എന്നുള്ള കാര്യത്തിലും സംശയമില്ല. അതായത് ഒരേ സമയം വിശ്വാസികൾക്കൊപ്പമാണ് സംസ്ഥാന സർക്കാരും ഇടതുപക്ഷവും എന്ന് പറയുന്നതിനൊപ്പം തന്നെ ഈ നവോത്ഥാന മൂല്യങ്ങളിലും ഞങ്ങൾ വെള്ളം ചേർത്തിട്ടില്ല അങ്ങനെ സ്ഥാപിക്കുവാനാണല്ലോ സംസ്ഥാന സർക്കാരിന്റെ ശ്രമം. ഇപ്പോൾ MA ബേബി ഇതിന് കൃത്യമായ ഒരു വിശദീകരണം കൂടി നൽകുകയാണ്. എന്താണ് പാർട്ടിയുടെ നിലപാട്, എന്താണ് ഇടതുപക്ഷത്തിന്റെ നിലപാട്? അതിൽ MA ബേബി പറയുന്ന കാര്യം, ഇപ്പോൾ ശബരിമലയിൽ യുവതീ പ്രവേശനം സാധ്യമാക്കുക എന്നത് പാർട്ടിയുടെയും ഇടതുപക്ഷത്തിന്റെയും മുന്നിലുള്ള ലക്ഷ്യമല്ല, മറിച്ച് അവിടെ വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കുക എന്നതാണ് പാർട്ടിയും ഇടതുപക്ഷവും ഉദ്ദേശിക്കുന്നത്. അതിനാൽ തുല്യത എന്ന കാര്യത്തിന്, അതാണല്ലോ എന്നും CPM ഉയർത്തിക്കാട്ടുന്നത്, സ്ത്രീ പുരുഷ തുല്യത, അവിടെ ഒരു തരത്തിലുള്ള വിവേചനവും പാടില്ല, ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ് അങ്ങനെ ഒരു നിലപാട്, തുല്യതയ്ക്കെതിരെയുള്ള ഒരു നിലപാട് സ്വീകരിച്ചാൽ എന്നതാണല്ലോ. പക്ഷെ ഇവിടെ MA ബേബി പറയുന്നത് തുല്യതയിലേക്ക് എത്തിച്ചേരാൻ സമയമെടുക്കും, അതിന് ആദ്യം വേണ്ടത്, വിശ്വാസ കാര്യത്തിൽ ആദ്യം വേണ്ടത് സമവായമാണ്, അതിന് തയ്യാറാണെന്നാണ്. പക്ഷെ അവിടെയും വൈരുദ്ധ്യമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം 2018 സുപ്രീം കോടതിയുടെ വിധി വന്ന സമയത്ത് ഇങ്ങനെ ഒരു സമവായത്തിന് വേണമെങ്കിൽ അവസരം ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് പാർട്ടിയുടെയും ഇടതുപക്ഷത്തിന്റെയും നിലപാട് ഉയർത്തിക്കാട്ടുവാനാണ് സർക്കാർ ശ്രമിച്ചത്, പാർട്ടിയും ഇടതുപക്ഷവും ശ്രമിച്ചത്. അവിടെ ഒരു സമവായത്തിന്റെയും സാധ്യതകൾ തേടിയില്ല. അത് മാത്രമല്ല, സുപ്രീം കോടതിയിൽ പല റിവ്യൂ ഹർജികൾ വന്നപ്പോഴും, യുവതി പ്രവേശനത്തിനെതിരായ റിവ്യൂ ഹർജികൾ വന്ന സമയത്തും സംസ്ഥാന സർക്കാർ അതിനെ അനുകൂലിച്ചില്ല. പക്ഷേ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ്, അവിടെ വലിയ തോൽവി LDF ഉണ്ടായതിനു ശേഷമാണ് ഇങ്ങനെ ഒരു തിരിച്ചറിവിലേക്ക് പാർട്ടിയും മുന്നണിയും സർക്കാരും എത്തിയത് എന്ന കാര്യത്തിലും സംശയമില്ല. അത് പൊതുസമൂഹത്തിന് ബോധ്യമുള്ള ഒരു കാര്യമാണ്. പക്ഷെ അത് തുറന്നു പറയുവാൻ സർക്കാരും ഇടതുപക്ഷവും മടി കാണിച്ചിരുന്ന ഒരു സമയത്താണ് സുപ്രീം കോടതിയിൽ നിന്ന് അവിചാരിതമായിട്ട് പെട്ടെന്ന് ഇക്കാര്യത്തിൽ ഒരു സത്യവാങ്മൂലം നൽകാൻ ആവശ്യപ്പെട്ടതും അവിടെ സർക്കാരും ഇടതുപക്ഷവും വെട്ടിലായതും. എങ്കിലും സത്യവാങ്മൂലം നൽകി, അവിടെയും ഒരു ഒറ്റ കാര്യത്തിന് ഊന്നൽ നൽകിയിരുന്നു. കാരണം ശബരിമലയിൽ എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകൾക്ക് പ്രവേശനം നൽകുന്ന കാര്യത്തിൽ എന്നുള്ള കാര്യം, ആ ഒരു വാചകമേ ആ സത്യവാങ്മൂലത്തിൽ പരാമർശിക്കാതെ, ആചാരങ്ങൾ സംരക്ഷിക്കണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ആചാര്യന്മാരുടെ, അതുമായി ബന്ധപ്പെട്ട് സേയുള്ള ആളുകളുടെ അവരുടെ അഭിപ്രായം കൂടി, അവരുടെ അഭിപ്രായം കണക്കിലെടുക്കണം എന്നതിന് പ്രാധാന്യം നൽകുകയായിരുന്നു ചെയ്തത്. അതായത് സംസ്ഥാന സർക്കാരിന് ഇക്കാര്യത്തിൽ ഒരു നിലപാടില്ലാത്തതുപോലെ, സംസ്ഥാന സർക്കാരിന് ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാനില്ല, അത് ഈ ആചാര്യന്മാരുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുമായിട്ട് ആലോചിച്ച് സുപ്രീം കോടതി ഒരു തീരുമാനം എടുക്കുക എന്നതാണ്. അതായത് ഒരു സമിതിയെ വെച്ച് തീരുമാനം എടുപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷേ VS സർക്കാരിന്റെ കാലത്ത് കൊടുത്ത സത്യവാങ്മൂലത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു, ഈ കാര്യമുണ്ട്, ആചാര്യന്മാരുടെ കാര്യമൊക്കെയുണ്ട്, പക്ഷെ അതിന് പ്രാധാന്യം നൽകിയിരുന്നില്ല. പക്ഷെ അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു, തുല്യതയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, അവിടെ സ്ത്രീ പുരുഷ വിവേചനം പാടില്ല, എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശനം നൽകണം, ഒരു പ്രായത്തിലുമുള്ള സ്ത്രീകളെ തടസ്സപ്പെടുത്തരുത് എന്ന കാര്യം VS സർക്കാരിന്റെ കാലത്ത് കൊടുത്ത സത്യവാങ്മൂലമാണ്. അതിനെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് തിരുത്തി നൽകിയതുമാണ്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവിടെ കൃത്യമായിട്ട് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കൊടുത്ത സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരുന്നു യുവതീ പ്രവേശനം സാധ്യമല്ല എന്ന്. കാരണം അത് ആചാരം അതിന് അനുവദിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് അതിന് ഊന്നൽ നൽകിയത്. പക്ഷേ തൊട്ടു പിന്നാലെ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് അഫിഡവിറ്റിൽ മാറ്റം വരുത്തി, അല്ലെങ്കിൽ ഒരു വാദം അവിടെ ഉന്നയിക്കുകയായിരുന്നു. അതായത് VS സർക്കാരിന്റെ കാലത്ത് കൊടുത്ത അതേ സത്യവാങ്മൂലത്തിൽ സംസ്ഥാന സർക്കാർ ഉറച്ചു നിൽക്കുന്നു, അതാണ് ഞങ്ങളുടെ വാദം എന്ന് സുപ്രീം കോടതിയിൽ അഡ്വക്കേറ്റ് ജയ്ദീപ് ഗുപ്ത കൃത്യമായിട്ട് അറിയിച്ചതാണ്. അതായത് തുല്യതയ്ക്കാണ് പ്രാധാന്യം, അതാണ് സർക്കാരിന്റെ നിലപാട് സുപ്രീം കോടതിയിൽ ഉണ്ടായിരുന്നത്. തുല്യതയ്ക്ക് പ്രാധാന്യം, അവിടെ സ്ത്രീ പുരുഷ വിവേചനം പാടില്ല എന്നുള്ളത്. അതിനെ തുടർന്നാണ് സുപ്രീം കോടതിയിൽ നിന്ന് വിധി വരികയും എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശനം നൽകണം എന്ന വിധി വരികയും അത് നടപ്പാക്കുവാൻ ഉടൻ തന്നെ സർക്കാർ തയ്യാറെടുത്തതും പിന്നെ ഇവിടെ നടന്ന അതിനെതിരെയുള്ള പ്രക്ഷോഭങ്ങളും കാര്യങ്ങളും എല്ലാവരും കണ്ടതാണ്.
ഈ മാർച്ചിൽ കൊടുത്ത സത്യവാങ്മൂലത്തിൽ പക്ഷേ സർക്കാർ ഊന്നൽ നൽകിയത് ആചാര്യന്മാരുമായി ആലോചിച്ച് തീരുമാനമെടുക്കണമെന്നാണ്. അപ്പോഴും പാർട്ടിയുടെ നിലപാട് ഇക്കാര്യത്തിൽ എന്താണ്? അപ്പോൾ ഈ MA ബേബിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഈ സർക്കാരാണ് ഇത്തരം അഫിഡവിറ്റ് നൽകുക എന്ന് പറയുമ്പോൾ പോലും ഈ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കി മാറ്റിയത് ഇടത് സർക്കാരുകളാണ്. അപ്പോൾ സ്വാഭാവികമായും അതിന് നേതൃത്വം നൽകിയ CPM-ന്റെ നയമാണ് എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടതായി വരുന്നത്. അതിൽ നിന്ന് ഇപ്പോഴാണ് വളരെ കൃത്യമായി തിരിച്ചു പോകേണ്ടി വന്നു എന്നത് പറയുന്നത് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി തന്നെ എന്നല്ലേ നമുക്ക് വായിച്ചെടുക്കേണ്ടത്? പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ഇക്കാര്യത്തിൽ കൃത്യമായിട്ട് പറയുന്ന പാർട്ടി നിലപാട് എന്താണോ 2019 ശേഷം സർക്കാരിനും ഇടതുമുന്നണിക്കും ഉണ്ടായ ബോധ്യപ്പെടൽ എന്ന കാര്യമാണ്. അന്ന് പക്ഷേ ഇതായിരുന്നില്ല നിലപാട്. അതിപ്പോൾ സംസ്ഥാന സെക്രട്ടറി ആകട്ടെ ജനറൽ സെക്രട്ടറി ആകട്ടെ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞ് ന്യായീകരിച്ചാലും സുപ്രീം കോടതി വിധി വന്ന സമയത്തും അതിനു മുൻപും ഇടതുപക്ഷത്തിന്റെ നിലപാട് ഇതായിരുന്നില്ല. ഇപ്പോൾ MA ബേബി പറയുന്ന നിലപാടായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ അതിന് സമവായ ചർച്ചകൾക്ക് ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നു. ശരിയാണ്, അവിടെ UDF ആദ്യം എടുത്ത നിലപാട് കോൺഗ്രസിന്റെ നിലപാട് എന്ന് പറയുന്നത് എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകൾക്ക് പ്രവേശനം നൽകാം എന്ന് തന്നെയായിരുന്നു ദേശീയ കാഴ്ചപ്പാട്. BJP-യുടെ നിലപാട് അത് തന്നെയായിരുന്നു. പക്ഷെ പിന്നീട് വിശ്വാസികളുടെ വികാരം കൂടി കണക്കിലെടുത്ത് അവർ നിലപാട് തിരുത്തുകയുണ്ടായി. ആ സമയത്ത് ആ നിലപാട് തിരുത്തുവാൻ ഏറ്റവും വലിയ അവസരം ഉണ്ടായിരുന്നത് ഇടതുപക്ഷത്തിനും സംസ്ഥാന സർക്കാരിനുമാണ്. കാരണം അവിടെ പ്രക്ഷോഭം ഉണ്ടാകുമെന്ന് സംസ്ഥാന സർക്കാരിന് അറിയാമായിരുന്നു. സുപ്രീം കോടതി ഇക്കാര്യം അറിയിക്കാമായിരുന്നു. പക്ഷെ അവിടെ അനാചാരങ്ങളെ ഇനി അനുവദിക്കുകയില്ല, ഈ ഒരു നിലപാടാണ്. അന്ന് മുഖ്യമന്ത്രി ഇക്കാര്യം എടുത്തു പറഞ്ഞിരുന്നു. അനാചാരങ്ങൾക്ക് സ്ഥാനമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതി വിധിയെ സ്വാഗതം ചെയ്തത്. പക്ഷെ ഇപ്പോൾ പാർട്ടി ജനറൽ സെക്രട്ടറി പറയുന്ന കാര്യം മാർക്സിയൻ ആശയങ്ങൾ ഉപയോഗിച്ച് പറഞ്ഞാൽ പോലും അവിടെ വിശ്വാസികളുടെ വിശ്വാസത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്, അതല്ലാതെ മറ്റൊന്നും അവരുടെ മേൽ അടിച്ചേൽപ്പിക്കലല്ല. 1864 തന്നെ ഇത് രൂപപ്പെട്ടു വന്നിരിക്കുന്നതാണ് എന്ന് അദ്ദേഹം താത്വികമായി തന്നെ ഇക്കാര്യത്തെ കുറിച്ച് ശ്രീ MA ബേബി പറയുന്നുണ്ട്. അപ്പോൾ പാർട്ടിയുടെ നിലപാട് ഇതാണ്. ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന അധ്യക്ഷൻ RV ബാബു കൂടി ചേരുന്നുണ്ട്. മഞ്ജുഷ, ശ്രീ RV ബാബു, കേരളത്തിൽ എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശനം അനുവദിക്കണമെന്ന് സർക്കാർ നിലപാട് സ്വീകരിക്കുമ്പോൾ ആ സർക്കാരിന് നേതൃത്വം നൽകിയിരുന്നത് ഇടതുമുന്നണിയാണ് എന്ന് നമുക്കറിയാം. അത് നയിച്ചത് CPIM ആണ് എന്ന് നമുക്കറിയാം. പിന്നീട് സുപ്രീം കോടതി വിധി വന്നതിന് ശേഷവും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും കേരളത്തിൽ നവോത്ഥാന വനിതാ മതിലടക്കം സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്തത് ഇതേ പാർട്ടിയുടെ നേതൃത്വം നൽകുന്ന സർക്കാർ സംവിധാനങ്ങളാണ് എന്ന് നമുക്കറിയാം. ഇപ്പോഴിതാ MA ബേബി ആ നിലപാട് മാറ്റി പറയുകയാണ്. ആരാധനാലയങ്ങളിൽ അതായത് സ്ത്രീ പ്രവേശനം അല്ലെങ്കിൽ എന്നത് CPIM-ന്റെ ഒരു നയമല്ല, അതിന് സമയം അനിവാര്യമായി വരും എന്ന് അദ്ദേഹം പറയുന്നു. യുവതീ പ്രവേശനം പരാമർശിക്കാതെ സുപ്രീം കോടതിയിൽ സർക്കാർ ഇപ്പോൾ കൊടുത്തിട്ടുള്ള സത്യവാങ്മൂലത്തെക്കുറിച്ച് നമുക്ക് അറിയുകയും ചെയ്യാം. അപ്പോൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെല്ലാം വിശ്വാസികൾക്കൊപ്പം എന്ന നിലപാടിലേക്ക് വന്നിരുന്നുവെങ്കിലും CPIM അതിന് ഒരുക്കമായിരുന്നില്ല. ഇപ്പോൾ വലിയ തിരുത്തിന് CPIM തയ്യാറായിരിക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.